ഹലോ ഗൈസ്, ഇന്ന് സായിയുടെ വൈഫാണ് ഫാമിലി റൗണ്ടിൽ വന്നത്. നല്ലൊരു സിനിമാറ്റിക് എൻട്രി ആയിരുന്നു. പവിഴമഴ സോങ് ഒക്കെ ഇട്ടായിരുന്നു. സീക്രട്ട് ഏജന്റിനെ വലിയ ഹൈപ്പൊക്കെ വെച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സായി എന്ന വ്യക്തിയാണ് ബിഗ് ബോസിലുണ്ടായിരുന്നത്. ഒരുപാട് പേര് സായിയെ വാഴ എന്നൊക്കെ വിളിച്ച് ഒരുപാട് കളിയാക്കിയായിരുന്നു. പിന്നീട് സായി സ്നേഹയോട് സംസാരിക്കുന്ന കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സായി സ്നേഹയോട് പറയുന്നുണ്ട് തനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സീക്രട്ട് ഏജന്റിനെ അവിടെ വെച്ചിട്ട് സായി എന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന്. പിന്നെ കുറച്ച് പേഴ്സണൽ ലൈഫിൽ വന്ന മാറ്റങ്ങളൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്നേഹ നിർബന്ധിച്ച് വേണ്ട, നമുക്ക് പുറത്ത് വന്നു കഴിഞ്ഞ് പറയാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഫോൺ യൂസ് ചെയ്യാതിരുന്ന ദിവസങ്ങളിൽ സ്നേഹയുമായി നഷ്ടപ്പെട്ട പേഴ്സണൽ മൊമെന്റ്സ് ഒക്കെ സായി പറയുന്നുണ്ട്. സായി ശരിക്കും ഗെയിം കളിക്കണം, നന്നായിട്ട് വരണം എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട്. പക്ഷെ സായിയുടെ ഉള്ളിലെ സായി എന്ന വ്യക്തിനെ പോളിഷ് ചെയ്തെടുക്കുകയാണ് സായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സ്നേഹയോട് പറയുന്നുണ്ട്. സായിയുടെ പേഴ്സണൽ ലൈഫിൽ സായി ആവശ്യമില്ലാതെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് സായി ഇതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹ കൂടുതലും ആഗ്രഹിക്കുന്നത് സീക്രട്ട് ഏജൻ്റായിട്ട് സായി ബിഗ് ബോസിൽ നിൽക്കണമെന്നാണ്. പക്ഷേ സായി അതിനിടയ്ക്ക് പറയുന്നുണ്ട് സീക്രട്ട് ഏജൻറ്റിനെ കാണണമെങ്കിൽ പഴയ വീഡിയോ എടുത്ത് നോക്കണം, അല്ലാതെ ഇവിടെ വന്ന് നോക്കിയിട്ട് കാര്യമില്ല. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ പട്ടിക്കുട്ടിയുടെ വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മരിച്ചുപോയെന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. പക്ഷേ സ്നേഹിയൊന്നും പറയുന്നില്ല. എങ്കിലും സായി അത് മനസ്സിലാക്കി ഭയങ്കര ഇമോഷണലായി ഭയങ്കര വിഷമിച്ച് നടക്കുകയായിരുന്നു. മൈക്കൊക്കെ വലിച്ചെറിഞ്ഞ് ബാത്റൂമിൽ പോയിരുന്ന് കുറേ കരയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും സായി അത്ര ഓക്കെ ആയിട്ടില്ലായിരുന്നു. ലിവിങ് റൂമിൽ വന്നിരുന്ന് സായിയുടെ കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സായിയുടെ അച്ഛൻ വിളിച്ചു. കണ്ടതും സായി ഞെട്ടി പെട്ടെന്ന്. പിന്നീട് അവർ തമ്മിലുള്ള ആ ഒരു പേഴ്സണലായിട്ട് പ്രശ്നങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞ് തീർക്കാം. സായിനെ ഒരുപാട് ഇഷ്ടമാണ്, സായി മലപ്പുറത്തേക്ക് കപ്പ് കൊണ്ടുവരണം എന്നൊക്കെ സായിയുടെ അച്ഛൻ പറയുന്നു. എങ്കിലും സായി കുറച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിക്കുന്നുണ്ട്. എന്നാലും പയ്യൊക്കെ അതൊക്കെ അച്ഛനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ വിള്ളൽ മാറ്റാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന എല്ലാവരും, അതായത് അപ്സരയുടെ ഹസ്ബൻഡൊക്കെ സായിയോട് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. സായിക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൊച്ചുനാൾ തൊട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ സായി ഇപ്പോഴും അത് കൊണ്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നതൊരു മറക്കാനാവാത്ത ദിവസമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നന്ദനേനെ ഒരുപാട് ഇഷ്ടമാണ്, നന്ദനയും സ്നേഹയുടെ കൂടെ റിവ്യൂ ചെയ്യാൻ അവർ 4 പേരോടെ പോകണം എന്നൊക്കെ സായി പറയുന്നുണ്ട്. നല്ലൊരു ദിവസം. പിന്നെ അവർക്ക് ടാസ്ക് കാണാൻ വേണ്ടി അവസരമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞായിരിക്കും സ്നേഹ തിരിച്ചു പോകുന്നത്.